വിവാദങ്ങൾക്കിടെ താരസംഘടനയായ AMMയുടെ യോഗം കൊച്ചിയിൽ തുടങ്ങി. ഫിലിം ചേംബറിന്റെയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെയും യോഗങ്ങളും ഇന്ന് ചേരുന്നുണ്ട്. സൈഫുനിസ അലിയാർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സൈഫുനിസ, ഇന്ന് നിർണായകമായ യോഗങ്ങളാണ് കൊച്ചിയിൽ പുരോഗമിക്കുന്നത്. AMMയുടെ യോഗമുണ്ട്, അത് കുറച്ച് കാലത്തിന് ശേഷം, ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം കൂടുന്ന യോഗമാണ്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ യോഗമുണ്ട്. അതിൽ ആന്റണി പെരുമ്പാവൂരിനെതിരെ എന്ത് നടപടിയെടുക്കും എന്നതാണ് നമ്മൾ കാത്തിരുന്ന് കാണുന്നത്. എങ്ങനെയാണ് ഈ വിവിധ ചലച്ചിത്ര മേഖലകളിലുള്ളവരുടെ സംഘടനകളുടെ യോഗങ്ങളെ നമ്മൾ കാണേണ്ടത്? അരുൺകുമാർ, AMMയുടെ യോഗം അല്പസമയം മുൻപാണ് ആരംഭിച്ചത്. മോഹൻലാൽ എത്തിയതോടുകൂടിയാണ് ഈ യോഗം ആരംഭിച്ചത്. പക്ഷേ യോഗം തുടങ്ങി അല്പസമയത്തിനകം തന്നെ സുരേഷ് ഗോപി ഇപ്പോൾ യോഗത്തിൽ നിന്ന് പോയിട്ടുണ്ട്. മറ്റ് ഔദ്യോഗിക പരിപാടികൾ ഉള്ളതുകൊണ്ട് സുരേഷ് ഗോപി യോഗത്തിൽ നിന്ന് പോയിട്ടുണ്ട്. പ്രധാനമായും ഈ താരങ്ങളുടെ വേതനം സംബന്ധിച്ച ചർച്ചകൾ വേണ്ട എന്നുള്ളതുകൊണ്ടാണ് AMMയുടെ യോഗം ഇപ്പോൾ നേരിട്ട് തന്നെ ഒരു യോഗം വിളിച്ചു ചേർത്തത്. കഴിഞ്ഞ ദിവസം ഓൺലൈനായി ഒരു യോഗം ചേർന്നിരുന്നു. ഓൺലൈനായി മാത്രം ചർച്ച നടന്നാൽ പോരാ, നേരിട്ട് തന്നെ ഇരുന്ന് ഇക്കാര്യങ്ങളിൽ ചർച്ച വേണമെന്നൊരു അഭിപ്രായം വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി ചർച്ച നടത്തുന്നത്. മമ്മൂട്ടിക്ക് മറ്റ് സിനിമാ തിരക്കുകൾ ഉള്ളതുകൊണ്ടാണ് ഇന്ന് ഹാജരാകാൻ കഴിയാതിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ വിഷയവുമായി, അതായത് പ്രൊഡ്യൂസർ അസോസിയേഷൻ നൽകിയിരിക്കുന്ന ഒരു കത്തുണ്ട്, താരങ്ങളുടെ വേതനം കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. അത് കൂടിയാലോചനകൾക്ക് ശേഷം പറയാമെന്നാണ് ഈ AMMയെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. അതായിരിക്കും ഇന്നത്തെ യോഗത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയം. ഒപ്പം തന്നെ ഈ അഭിനേതാക്കൾ സിനിമ നിർമ്മിക്കുന്നതിനെ വിമർശിച്ചുകൊണ്ട് ഫിലിം പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റ് G. സുരേഷ് കുമാർ നടത്തിയ വാർത്താ സമ്മേളനവും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും. ആന്റണി പെരുമ്പാവൂർ AMMയിലും അംഗമാണ്. അതുകൊണ്ട് തന്നെ ആന്റണി പെരുമ്പാവൂരിനെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളും ഇന്നത്തെ യോഗം ചർച്ച ചെയ്യുമെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ആന്റണി പെരുമ്പാവൂരും ഈ യോഗത്തിന് എത്തിയിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഫിലിം ചേംബറിൻ്റെ യോഗം അല്പസമയത്തിനകം തന്നെ MG റോഡിൽ ആരംഭിക്കാൻ പോവുകയാണ്. അതിൽ G. സുരേഷ് കുമാർ അടക്കമുള്ളവർ പങ്കെടുക്കും. സിനിമാ സമരത്തിന് ഫിലിം ചേംബറിന്റെ പിന്തുണ വേണം എന്നുള്ള കാര്യമാണ് സിനിമാ സംഘടനകളുടെ ആവശ്യം. അത് പ്രൊഡ്യൂസർ അസോസിയേഷൻ അത് സംബന്ധിച്ചൊരു കത്ത് നൽകിയിട്ടുണ്ട്. പക്ഷേ ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ അതിനെതിരായി നിൽക്കുകയാണ്. മറ്റൊരു യോഗം നടക്കുന്നത് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ യോഗമാണ്. അത് ഉച്ചയ്ക്ക് 2 മണിക്കാണ് യോഗം നടക്കുന്നത്. അതാണ് അതിനിർണായകമായ ചർച്ചകൾ നടക്കാൻ പോകുന്നൊരു യോഗം. കാരണം ആന്റണി പെരുമ്പാവൂരും G. സുരേഷ് കുമാറുമായുള്ള തർക്കം, അതായത് സിനിമാ സംഘടനയിലെ അഭിപ്രായങ്ങൾ വാർത്താ സമ്മേളനം വിളിച്ച് G. സുരേഷ് കുമാർ പറയുകയും അതിന് പിന്നാലെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഈ G. സുരേഷ് കുമാർ ഇക്കാര്യം പറഞ്ഞതിനെ വിമർശിച്ചുകൊണ്ട് ആന്റണി പെരുമ്പാവൂർ പോസ്റ്റ് ഇടുകയും ചെയ്തിരുന്നു. ഇത് അച്ചടക്ക ലംഘനമാണ് എന്ന് പറയുകയും വിശദീകരണം ചോദിക്കണമെന്നുമുള്ള നിലപാടിൽ G. സുരേഷ് കുമാർ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. ഇന്നത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ആന്റണി പെരുമ്പാവൂരിനോട് വിശദീകരണം ചോദിക്കണമെന്ന് തീരുമാനിച്ചാൽ അത് വളരെ ഒരു നിർണായകമായ ഒരു തീരുമാനത്തിലേക്കായിരിക്കും പോവുക. എന്തായാലും ഇന്ന് അതിനിർണായകമായ ചർച്ചകളാണ് എല്ലായിടത്തും നടക്കുന്നത്. ശരി, ഓക്കെ. സൈഫുനിസ ആണ് നമുക്കൊപ്പം ചേർന്നത്. കൊച്ചിയിൽ അങ്ങനെ തിരക്കിട്ട സിനിമാ മേഖലയിലെ വിവിധ അസോസിയേഷനുകളുടെ യോഗങ്ങൾ പുരോഗമിക്കുകയാണ്.